വന്നിട്ടുള്ളത് പാടത്തേക്കാണ്. ആയുർവേദ മരുന്നുകൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നിട്ടുള്ളത്. ഉമ്മയും കൂടെ ഉണ്ട്. ഉമ്മാണ് മരുന്നുകളെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഞാൻ വന്നൊന്നും നടക്കില്ല. ഉമ്മാക്ക് പിന്നെ മരുന്നിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാം. അപ്പോൾ പിന്നെ ഉമ്മാക്ക് കൂടെ കൂട്ടി ഞാൻ വന്നതാണ് കേട്ടോ. ഇതും എന്നോട് പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് നല്ല വെയിലാണ് അപ്പോൾ ഈ വെയിൽ കൊള്ളാതെ മടിയുണ്ട്. മരുന്ന് തപ്പാതെ നല്ല തണലായിട്ടുള്ള ഗൈസ് ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിൽക്കണേ. ഉമ്മ മരുന്ന് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും കിട്ടിയിട്ടില്ല എന്ന് പറയും. അല്ലാതെ ഗൈസ് എങ്ങനെയാണ് ഈ നട്ടപ്പൊരി വെയിലൊക്കെ ഞാൻ കൊള്ളുക. രാവിലെ ഞാൻ ഇറങ്ങിയെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല വെയിലുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് മരുന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വിശ്രമിച്ച് ഇങ്ങനെ ഇരിക്കും. കുറച്ച് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു മരുന്ന് കിട്ടിയിട്ടില്ല. ആ കാര്യം നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറയണം അവിടെ ഒന്നും മരുന്നില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അച്ഛൻ്റെ മരുന്നിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എനിക്കും അത്രയില്ല. രണ്ട് പൊട്ടന്മാരും കൂടെയാണ് ഇന്ന് മരുന്ന് പറിച്ചാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. മിക്കവാറും ഈ പാടത്തുള്ള കുറച്ച് പുല്ലൊക്കെ പറിച്ച് പോകേണ്ടി വരും മരുന്നാന്ന് പറഞ്ഞ്. ഉമ്മാക്കും അറിയില്ല മരുന്ന് ഏതാണെന്നുള്ളത്. ഡോ കണ്ട മരുന്നിൻ്റെ ചിത്രം കൊണ്ട് വന്നതാണ്. ഒറ്റ വന്നപ്പോൾ പറിക്കാം കഥ തോന്നുന്നത്. അമ്മ ഏതായാലും അയക്കൂടെ ഗൈസ് മരുന്ന് തപ്പി പോവുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വെറുതെ ഞാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് മരുന്നിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലല്ലോ. ഉമ്മ പോയി തപ്പി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ്. നിന്നെ തപ്പാൻ പറഞ്ഞു വെച്ചതാണ്. ഞാൻ തപ്പാതെ അവിടെ ഞാൻ നിൽക്കണേ. ഇനി എടുത്തേക്ക് പോയാൽ പറയും ഒന്നുകൂടി തപ്പിയിട്ട് വാന്ന് പറയും. മെനക്കെടാനാവാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഈ വെയിലത്ത് കുറച്ച് തണലിച്ച് ഞങ്ങൾക്കിങ്ങനെ കയറി നിൽക്കാം. അതിപ്പോൾ നടക്കുള്ളൂ. ഉമ്മൊക്കെ തപ്പിയിട്ട് വരട്ടെ. അല്ലാതെ ഈ വരമ്പെല്ലാം കൂടെ ചാടി കടന്ന് അവിടേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് എന്താ പറ്റുക? അങ്ങനെ വീഡിയോ എടുത്ത് ഇവിടെ ഇങ്ങനെ തണലും കൊണ്ടിങ്ങനെ ഇരിക്കുക. ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമോ? ഇത് മരുന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. എന്തൊക്കെയോ ചെടിയൊക്കെ പറിച്ചെടുത്തുക്കണം. ഉമ്മ പറയുന്നത് ഇതൊക്കെ മരുന്നാണെന്ന്. ഇത് മരുന്നായാൽ കുഴപ്പമില്ല. ചിലപ്പോൾ പാടത്തത് പുല്ലൊക്കെ കയറും. ഉമ്മ മരുന്നാന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഗൈസ് എന്തൊക്കെയോ പറിച്ചെടുക്കുന്നത്. ഉമ്മ കാണിക്കി കൈറ്റ് കാണിക്കി. ഗൈസ് എന്തൊക്കെയോ പുല്ല് പറിച്ചെടുത്തിന്. ഉമ്മ പറയണത് ഇത് മരുന്നാണെന്ന്. നിങ്ങൾക്ക് ഇതൊക്കെ മരുന്നായി തോന്നുന്നുണ്ട് ഗൈസ്. എന്താണെന്നുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആക്കി. കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തിനാണ് ഈ മരുന്ന് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിൽ കാച്ചാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഈ മരുന്നൊക്കെ പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പറിച്ചിട്ട് കാച്ചാറാണ് കേട്ടോ പതിവുള്ളത്. ഇവിടെ ചെറിയൊരു പാലുണ്ടായിരുന്നു ഗൈസ്. ആ പാലൊക്കെ കിടക്കല്ലേ പേടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ അടുത്ത്. അപ്പം അമ്മക്ക് ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൊണ്ട് വീട്ടിൽ പോവാണ്. നമ്മൾ ഹെയർ ഓയിൽ കാച്ചും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.